വിദ്യാഭ്യാസം നമ്മൾ ഓരോരുത്തരും ഒരു റുട്ടീനായിട്ടാണ് നടത്തി വരാറുള്ളത്. ആദ്യം സ്കൂളിൽ പഠിക്കുന്നു, പിന്നെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേരുന്നു, പിന്നെ അതുമായിട്ട് കണക്റ്റഡ് ഒരു ജോലിയിൽ പ്രവേശിക്കുന്നു. ഇതാണ് പതിവ്. പക്ഷേ മിക്കപ്പോഴും നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു ടേസ്റ്റോ ഇൻട്രസ്റ്റോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഒരു വിഷയം പഠിച്ച് അതിൽ വിജയിച്ചൊരു വ്യക്തിയെ ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ശ്രീ ബിജുലാൽ. സമൂഹത്തിൽ മാന്യവും തൊഴിൽ സുരക്ഷയുമുള്ളതുമായ ഒരു ജോലി ലഭിക്കുക എന്നതായിരുന്നു എല്ലാവരെയും പോലെ ബിജുലാൽ എന്ന ചെറുപ്പക്കാരനെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ എഞ്ചിനീയറിംഗ് ലഭിക്കാതെ അഗ്രികൾച്ചർ പഠനത്തിന് പോയ ബിജു പക്ഷേ ഒട്ടും ഖേദിച്ചില്ല. കാരണം പഠനത്തിന്റെ 1-ാം വർഷം മുതൽ തന്നെ വേറിട്ട വിഷയം ബിജുവിന് ആവേശമായി മാറി. ഇപ്പോൾ ഒരു 95% പേരും അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ് എൻട്രൻസ് എഴുതാൻ പോവില്ല. തീർച്ചയായിട്ടും എല്ലാവരും MBBS എന്നുള്ളൊരു മെഡിക്കൽ എൻട്രൻസ് എന്നുള്ള ലക്ഷ്യത്തിന് തന്നെയാണ് എല്ലാവരും എഴുതുന്നത്. അപ്പോൾ എൻ്റെയും സ്ഥിതി മറിച്ചല്ലായിരുന്നു. തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് എൻട്രൻസ് എഴുതിയത്. പക്ഷേ എനിക്കൊരു 402ാമത്തെ റാങ്കായിരുന്നു. ഞാൻ അഗ്രികൾച്ചർ അന്ന് കിട്ടി. പിന്നെ ഒരു വർഷം വെള്ളായണി കാർഷിക കോളേജിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും മറ്റ് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വളരെ നിർബന്ധമുണ്ടായിട്ട് ഒരു പ്രാവശ്യം കൂടി എൻട്രൻസ് എഴുതാൻ നിർബന്ധമുണ്ടായിട്ട് പോലും ആ പഠിച്ച ഒരു രീതി വെച്ചിട്ട് എനിക്ക് പുതിയൊരു കാഴ്ചപ്പാട് ശരിക്കും ഉണ്ടാവുകയാണ് ചെയ്തത്. അത് വിട്ടുപോകാനുള്ളൊരു മനസ്സ് വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ശരിക്കും 1988 പിന്നെ കാർഷിക വിദ്യാഭ്യാസത്തിന് ചേരുന്നത്. അപ്പോൾ 92 പാസ്സാവുകയും അതിനെ തുടർന്ന് എംപ്ലോയ്മെൻറ്റ് എന്നൊരു 6 മാസത്തേക്ക് ഞാൻ പാലക്കാട് ജോലി ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് MSc എൻട്രൻസ് കിട്ടി. വീണ്ടും ഒരു 2.5 വർഷത്തോളം വെള്ളായണി കാർഷിക കോളേജിൽ തന്നെ MSc ചെയ്യേണ്ടായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ജോയിൻ ചെയ്യായിരുന്നു അഗ്രികൾച്ചർ ഓഫീസറായിട്ട്. പഠനത്തിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ കൃഷി ഓഫീസറായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് ബിജുവിന് ഈ മേഖലയിൽ ചെയ്യാവുന്ന വേറിട്ട വിഷയങ്ങളെക്കുറിച്ച് ചിന്ത വരുന്നത്. കാർഷിക പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് തീർത്തും വൈരുദ്ധ്യമെന്ന് തോന്നാവുന്ന മേഖലയായിരുന്നു അത്. കാർഷിക മേഖലയെ ആധുനിക വിവരസാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് അദ്ദേഹം രൂപം കൊടുത്തത്. നമ്മുടെ ചിന്ത എത്രത്തോളം വിപുലമാണെങ്കിലും നമുക്ക് പ്രവർത്തിക്കുന്നതിന് ഒട്ടേറെ പരിമിതികളുണ്ട്. പലപ്പോഴും തീരുമാനമെടുക്കുന്നത് നമ്മളായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള പലതും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ലീവ് എടുത്തിട്ട് ഒരു 5 വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് കാർഷിക മാധ്യമ രംഗത്ത് പുതിയ കുറച്ച് സംരംഭങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. കാർഷിക രംഗത്ത് ഒരു മാധ്യമ പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീഡിയ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അത് ഗ്രീൻ ടച്ച് എന്ന പേരിൽ ഇപ്പോൾ നമ്മൾ മാനേജിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ IT ആൻഡ് മീഡിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി നമ്മുടെ കൃഷി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലഭ്യമാക്കി അതിൻ്റെ ഉപയോഗം കൃഷിക്കാർക്കും അതുപോലെ ഈ രംഗത്ത് താല്പര്യമുള്ളവർക്കും കൂടി അതിൻ്റെ നേട്ടം കൊടുക്കുക എന്നുള്ളത്. ഗ്രീൻ ടച്ചിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ കാർഷിക സമൂഹത്തിന് മുന്നിലെത്തിക്കുകയാണ് ഇപ്പോൾ ബിജുവിന്റെ ലക്ഷ്യം. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കാർഷിക സമൂഹത്തിന്റെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും വഴിതെളിയിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്. കാർഷിക സർവകലാശാലയുടെ കീഴിൽ തന്നെ 25-ൽ പരം ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ കൃഷിക്കാർക്കും ഈ മേഖലയിലും ആവശ്യമുള്ള ധാരാളം റിസർച്ച് ഗവേഷണം നടന്നു വരികയാണ്. പക്ഷേ ഇതൊന്നും തന്നെ വിഷ്വലായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗുണഫലങ്ങൾ, ഇതിൻ്റെ നേട്ടങ്ങൾ ഈ കൃഷിക്കാർക്കും അല്ലെങ്കിൽ ആ സമൂഹത്തിനും കൃത്യമായി അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്നുമില്ല. അപ്പോൾ ഇത്തരം പദ്ധതികളെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ശാസ്ത്രജ്ഞരെ സഹായിക്കുക, അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ശാസ്ത്രജ്ഞരുണ്ടാക്കുന്ന ആ അറിവുകൾ ഉരുത്തിരിച്ചെടുത്ത് കൃഷിക്കാരിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക. ഒരു അക്കാഡമിക് നിലവാരത്തിൽ ഇതിനെ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ കുറച്ചും കൂടി സ്വതന്ത്രമായിട്ട് ചിന്തിച്ചുകൊണ്ട്
അവരുടെ കൂടെ ക്രിയേറ്റിവിറ്റിയും പൊട്ടൻഷ്യലും ഇതിനകത്തേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള ഒരു തോട്ട് അപ്ലൈ ചെയ്യണം. ശരിക്കും നമ്മൾ ഒരു പഠിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഈ രംഗത്ത് അവർക്ക് അവരുടേതായ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്രാപ്യമെന്ന് തോന്നുന്ന ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കുക ധീരന്മാരുടെ രീതിയാണ്. ഇത്തരം ലക്ഷ്യങ്ങളിലെത്താനുള്ള മനോധൈര്യമാണ് ഇവിടെ പ്രധാനമായി വേണ്ടത്. ജീവിതത്തിനോടുള്ള പോസിറ്റീവ് അപ്രോച്ചും ഇവിടെ പ്രധാനമാണ്.